പരിശീലകന്റെ പിഴവ്. ഉത്തേജകമരുന്ന് വിവാദത്തിൽ വിശദീകരണവുമായി മലയാളി കായിക താരം ചേലക്കരയുടെ സ്വന്തം ഷീന വർക്കി. ഉത്തേജകമരുന്ന് വിവാദത്തിൽ സസ്പെൻഷൻ നേരിടുന്ന ട്രിപ്പിൾ ജമ്പ് താരം ഷീന വർക്കിക്ക് പൂർണ്ണ പിന്തുണയുമായി കായിക ലോകം. പരിശീലകൻ നൽകിയ പ്രോട്ടീൻ പൗഡർ മാത്രമാണ് ഉപയോഗിച്ചതെന്നും ഉത്തേജകമരുന്ന് എന്നറിഞ്ഞുകൊണ്ട് ഒരു വസ്തുവും കഴിച്ചിട്ടില്ലെന്നും ഷീന വ്യക്തമാക്കിയതോടെ സംഭവം പരിശീലകന്റെ ഭാഗത്തുനിന്നുമുണ്ടായ പിഴവാണെന്ന ആരോപണം ശക്തമായി. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനമായ താരമാണ് ഷീന. കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും കായിക രംഗത്ത് ഉയർന്നു വന്ന ഷീനയ്ക്ക് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധിയിൽ സഹാനുഭൂതിയും പിന്തുണയുമാണ് കായിക ലോകം നൽകുന്നത്. പരിശോധനയിൽ പരാജയപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഷീനയുടെ ഭാഗത്തുനിന്നും യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കായികരംഗത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പരിശീലകർ നൽകുന്ന സപ്ലിമെന്റുകൾ കാരണമാണ്. ഇതിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട ഘടകങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ഉപയോഗിക്കുന്നത് താരങ്ങളുടെ ഭാവിയെ പോലും ബാധിക്കാറുണ്ട്. നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷീന NV അറിയിച്ചു. ഷീനയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിരവധി കായിക പ്രവർത്തകരും പ്രതികരിച്ചു. അതേസമയം 32-ാം വയസ്സിലും തുടരുന്ന കായിക രംഗം ഈ വർഷം അവസാനിപ്പിക്കാനിരിക്കെ ഇങ്ങനെയൊരു വിവാദത്തിൽ കുടുങ്ങിയതിൽ ഏറെ ദുഃഖിതയാണ് ചേലക്കരയുടെ അഭിമാനം വാനോളമുയർത്തിയ കായിക താരം. ഞങ്ങളുടെ പ്രതിനിധിയുമായി ഷീന വർക്കി നടത്തിയ ഫോൺ സംഭാഷണത്തിലേക്ക്. ഇതിപ്പോ ഞാനൊരു ഒരാഴ്ച മുകളിലായി ഞാനിത് അറിഞ്ഞിട്ട്. ഇത് ഞങ്ങള് ഞാൻ തിരുവനന്തപുരം സായിയുടെ സെന്ററിലെ സ്കീമിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് നമ്മള് സാധാരണ ഇങ്ങനെ സെന്ററുകളിൽ വന്ന് ടെസ്റ്റ് ചെയ്യലുണ്ട്. ആ രീതിയിൽ അവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയി. നമ്മൾ നോർമലി ഞാനിപ്പോ 10-20 വർഷത്തിനടുത്തായിട്ട് പ്രാക്ടീസ് സ്പോർട്സിലുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള അത്ലറ്റ് ആണ് ഞാൻ. നമ്മള് നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ ടെസ്റ്റ് റിസൾട്ട് കൊടുത്തു, ഇത് സാമ്പിൾ കൊടുത്തു പോയി. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞ് പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ അറിഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കണം. കാരണം ഈ വർഷം തന്നെ ഇത് എന്റെ ഏകദേശം 5 മത്സരങ്ങൾ കഴിഞ്ഞു. അതിൽ 3 കോമ്പറ്റീഷനിലും എന്നെ ഡോപ്പ് ടെസ്റ്റ് നടത്തിയതാണ്. അതിനെല്ലാം റിസൾട്ട് എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഈ ടെസ്റ്റ് മാത്രം പോസിറ്റീവ് ആയി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഞാൻ കൺഫ്യൂസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വരാൻ സാധ്യത കോച്ച് ഒരു കാനഡയിൽ നിന്നൊരു സപ്ലിമെന്റ്സ് കോച്ചിന്റെ ഒരു ഫ്രണ്ട് വഴി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. പക്ഷെ ഇത് പിന്നെ ആള് പഞ്ചാബിലെ ഒരു കോച്ചാണ്. അതില് ആള് തിരുവനന്തപുരത്ത് സായിയുടെ കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഈ വർഷത്തെ 1-2 മീറ്റുകൾ ലീഡ് ചെയ്തിട്ടുള്ള ഒരു അത്ലറ്റ്, ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഒരു അത്ലറ്റ് പഞ്ചാബുകാരിയാണ്. പക്ഷെ ആള് പഞ്ചാബുകാരനല്ല. ആള് ഇപ്പൊ ചെയ്യിക്കുന്നതില് പഞ്ചാബുകാരി ഇല്ല. ആള് പഞ്ചാബിൽ തന്നെയാണ് ആ അത്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. എനിക്ക് അതിൽ കൂടുതലൊന്നും അതിലിപ്പോ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ല ഞാൻ. കാരണം എനിക്ക് വ്യക്തമല്ല. കാരണം ഇതിലിങ്ങനെ ഇത് ചെയ്യാൻ ഇപ്പൊ ആള് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ ഇനിയിപ്പോ. കാരണം ഇപ്പൊ ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് കേരളത്തിലെ വേറൊരു അത്ലറ്റിനെ പിടിച്ചപ്പോഴും അത്ലറ്റ് പ്രോട്ടീൻ പൗഡർ ടെസ്റ്റ് ചെയ്തപ്പോ ആ പ്രോട്ടീൻ പൗഡറിൽ ഈ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഇപ്പൊ ലോകത്തുള്ള പല സപ്ലിമെന്റ്സുകളും നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ സപ്ലിമെന്റിൽ ആ കണ്ടന്റ് ഉണ്ടാവില്ല. പക്ഷെ പല കമ്പനികളും അവരുടെ ആ സപ്ലിമെന്റ്സ് യൂസ് ചെയ്ത് അവരുടെ അത്ലറ്റ്സിന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പല സപ്ലിമെന്റ്സുകളിലും പലതരത്തിലുള്ള നിരോധിച്ചിട്ടുള്ളതുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അത്ലറ്റ്സിനെ ഇപ്പൊ ഇന്ത്യയിൽ പിടിക്കുന്നുണ്ട്. ഇപ്പൊ 20 വർഷത്തിനടുത്തായി ഞാൻ സ്പോർട്സ് ചെയ്യുന്നു. അപ്പൊ ഇതില് ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ അല്ലാണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പല ഏജൻസികളുടെയും ഇതേപോലെ ടെസ്റ്റുകൾക്ക് ഞാൻ വിധേയമായിട്ടുണ്ട് ഇതിനു മുമ്പ്. പോരാത്തിന് ഇത് 120 ദിവസം നമ്മുടെ ബോഡിയിൽ ഇതിന്റെ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മരുന്നാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോ ഈ വർഷം എന്റെ 5ാമത്തെ മീറ്റാണിത്. ഇങ്ങനെ അടുപ്പിച്ച് മീറ്റ് വരുന്ന സിറ്റുവേഷനിലും അതേപോലെ ഞാനിപ്പോ അവസാനമായിട്ട് ചെയ്തത് സ്റ്റേറ്റ് മീറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ മീറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ 32 വർഷമായിട്ട് 32-ാം വയസ്സിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏജില് ഈ വർഷത്തെ മേജർ അത്ലറ്റിക്സില് വലിയ മത്സരങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമാണ് ഇപ്പോ നിലവില്. കാരണം കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള. ഇനി അടുത്ത വർഷമാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് മേജർ ഇപ്പൊ എന്റെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമായിരുന്നു എന്റെ ലൈഫിലൊരു മേജർ കോമ്പറ്റീഷൻ ആയിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത്. പിന്നെ ഈ വർഷം നാഷണൽ ഗെയിംസിന് ഞാൻ സിൽവർ ആണ് വന്നത്. അതിനും ഓൾറെഡി ഡോപ്പ് ടെസ്റ്റ് നടത്തിയതാണ്. ഇതിലൊന്നും ഇങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഈ വർഷം സ്പോർട്സ് നിർത്തുക എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവസാനം ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു
സിറ്റുവേഷനിൽ എനിക്ക് നിൽക്കേണ്ടി വന്നതാണ് ഇപ്പൊ എന്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥ. CCV ന്യൂസ്, ചേലക്കര.